ഒരു ബലപ്രയോഗത്തിലൂടെ അല്ലാതെ ചർച്ചകളിലൂടെ ഒരു പലസ്തീൻ രാഷ്ട്രം അംഗീകരിച്ചു കൊടുക്കാൻ, വിട്ടുവീഴ്ച ചെയ്യാൻ ഇസ്രയേൽ തയ്യാറാവില്ല എന്നാണ് അർത്ഥം. ഒറ്റപ്പെടൽ എന്ന് പറയുമ്പോഴും സ്വതന്ത്ര പരമാധികാര പലസ്തീൻ ഡിഫാക്ടോ നടപ്പാകണം എങ്കിൽ അവിടെ അമേരിക്കൻ വീറ്റോ ഒരു പ്രതിബന്ധമായി മാറും. അമേരിക്ക വീറ്റോ പ്രയോഗിച്ചോളും എന്നതാണ് ഇസ്രയേലിന്റെ ഏക കരുത്ത്. ഇസ്രയേൽ എന്ന രാജ്യം ഉണ്ടായിരുന്നോ 48-ന് മുൻപ്? പൂർണ്ണ അർത്ഥത്തിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഒരു സങ്കല്പം ഉണ്ടായിരുന്നു, ജൂതരാഷ്ട്രം എന്ന സങ്കല്പം. പലസ്തീൻ എന്നത് ഇസ്രായേൽ മക്കൾ ഒഴിഞ്ഞുപോയ പ്രദേശത്തേക്ക് അതിനു മുൻപും ഉണ്ടായിരുന്നു. ആ പ്രദേശത്തെ അധിവസിച്ചിരുന്ന അറബി വിഭാഗങ്ങളാണ് പലസ്തീൻ എന്ന് പറയുന്നത്, ബെദോയിൻ ട്രൈബ്സ്. അവരവിടെ 2000 വർഷം താമസിച്ചു. അതവരുടെ രാജ്യം തന്നെയാണ്. പലസ്തീനിയൻസിന്റെ ഭൂമി ഇന്ന് വല്ലാതെ ചുരുങ്ങിയിരിക്കുന്നു. 48-ൽ കൊടുക്കാം എന്ന് പറഞ്ഞ 45% നിന്നും വളരെയധികം ചുരുങ്ങി ഇപ്പോൾ 20-25% മാത്രമായി അത് ഒതുങ്ങിയിരിക്കുന്നു. റിലന്റ്ലെസ് അറ്റാക്ക് അത് ലോകരാജ്യങ്ങളെ ഇരുത്തി ചിന്തിപ്പിച്ചു. അതുകൊണ്ടാണ് പലസ്തീനിയൻ കോസ് എന്ന് ജനറലി പറഞ്ഞു പോകുമായിരുന്ന രാജ്യങ്ങൾ പലതും ഇപ്പോൾ ഇതാ സ്വതന്ത്ര പരമാധികാര പലസ്തീനെ അംഗീകരിച്ചിരിക്കുന്നു. സ്വന്തം സുരക്ഷിതത്വത്തിന് വേണ്ടി ആക്രമണം നടത്താൻ ഒരു രാജ്യത്തിന് അനുവാദം നൽകുന്നു എന്ന് പറയുമ്പോൾ ഇസ്രായേൽ ആക്രമിക്കാം. പക്ഷെ അതിനൊരു ലിമിറ്റ് വേണ്ടേ? ഹമാസിന്റെ ആക്ടിവിറ്റിക്ക്, ഹമാസിന്റെ തീർച്ചയായും തെറ്റായ പ്രവൃത്തിക്കുള്ള ഒരു അംഗീകാരം എന്ന രീതിയിൽ പിൽക്കാലത്ത് ലോകം വ്യാഖ്യാനിക്കും എന്നതാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ ഒരു ആശങ്ക. പലസ്തീൻ രാഷ്ട്രമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുമോ? അതോ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് പലസ്തീൻ രാഷ്ട്ര സങ്കല്പത്തെ ഇല്ലാതാക്കുമോ? ഗാസയിൽ ഇസ്രയേൽ ലക്ഷ്യമിടുന്നത് എന്താണ്? ഈ വിഷയമൊക്കെയാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് സാർ ഒപ്പമുണ്ട്. സാർ, ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിലെ 5 സ്ഥിരാംഗങ്ങളിൽ പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കുന്ന രാജ്യങ്ങൾ കഴിഞ്ഞ ആഴ്ച വരെ ന്യൂനപക്ഷമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതല്ല സ്ഥിതി. അമേരിക്ക ഒഴികെ എല്ലാ സ്ഥിരാംഗങ്ങളും 5-ൽ 4 പലസ്തീൻ ജനതയുടെ അവകാശം ഔദ്യോഗികമായി അംഗീകരിച്ചിരിക്കുന്നു. അപ്പോൾ പലസ്തീൻ രാഷ്ട്രമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുമോ? പലസ്തീൻ സ്വപ്നം എന്നെങ്കിലും യാഥാർത്ഥ്യം ആവണമെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടനയിൽ ഒരു വീറ്റോ അധികാരമുള്ള രാജ്യം വീറ്റോ പ്രയോഗിക്കരുത്. യഥാർത്ഥത്തിൽ ഐക്യരാഷ്ട്ര സംഘടന രക്ഷാസമിതിയിൽ 15 അംഗങ്ങളാണുള്ളത്. അതിൽ 5 സ്ഥിര അംഗങ്ങൾ, അമേരിക്ക ഉൾപ്പെടെയുള്ള 5 സ്ഥിര അംഗങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഒരു തീരുമാനം എടുത്താൽ അല്ലാതെ ഒരിക്കലും ഒരു പ്രമേയം അവിടെ പാസ്സാകില്ല. ഇവിടെ നോക്കൂ, അമേരിക്കയുടെ സഖ്യകക്ഷികളാണ് ബ്രിട്ടനും ഫ്രാൻസും. അവര് G7 അംഗങ്ങളാണ്. അത് മാത്രമല്ല നെറ്റോ അംഗങ്ങളാണ്, യൂറോപ്യൻ യൂണിയൻ അംഗങ്ങളാണ്. അമേരിക്കയോടൊപ്പം എക്കാലത്തും രാഷ്ട്രീയമായ അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ഉറച്ചു നിന്ന പാരമ്പര്യമുള്ള രാജ്യമാണ് ബ്രിട്ടൻ. ഫ്രാൻസും ഏതാണ്ടതുപോലെ. ഫ്രാൻസ് ചിലപ്പോഴൊക്കെ സ്വതന്ത്രമായ നിലപാടെടുക്കുന്നുവെങ്കിലും ബ്രിട്ടീഷ് നിലപാട് വളരെ പ്രധാനമാണ്. കാരണം എക്കാലത്തും ബ്രിട്ടൻ അമേരിക്കയുടെ പ്രമേയങ്ങൾക്ക് അനുകൂലമായി നിന്ന രാജ്യമാണ്. ഇപ്പോൾ ഇതാ പലസ്തീൻ വിഷയം വരുമ്പോൾ ബ്രിട്ടൻ നിലപാട് മാറ്റിയിരിക്കുന്നു. ബാൽഫോർ ഡിക്ലറേഷൻ 1917 ആ ബാൽഫോർ ഡിക്ലറേഷൻ ആണല്ലോ ഒരു വഴിത്തിരിവായത്. ബ്രിട്ടീഷ് മന്ത്രി ബാൽഫോറിന്റെ പേരിലുള്ള ഒരു ഡിക്ലറേഷൻ. ആ ഡിക്ലറേഷൻ അനുസരിച്ചാണ് സയനിസ്റ്റ് മൂവ്മെന്റ് ഒരു രാജ്യമായി മാറിയത് അപ്പോഴാണ്. അതുകൊണ്ട് വൈകിയെങ്കിലും ബ്രിട്ടീഷ് ഒരു ചിന്ത പ്രവർത്തിച്ചു. പലസ്തീൻ അനുകൂലമായി, പലസ്തീൻ സ്വതന്ത്രമാകണം എന്ന ആഗ്രഹം ബ്രിട്ടൻ പരസ്യമായി പറയുകയും അതിനുവേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു. അത് ആദ്യമായിട്ടാണ്. കാരണം എപ്പോഴും പലസ്തീൻ വേണമെന്ന് പറയുമ്പോഴും സ്വതന്ത്ര പരമാധികാര പലസ്തീന് വേണ്ടി നിൽക്കുന്ന രാജ്യമായിരുന്നില്ല ബ്രിട്ടൻ. കഴിഞ്ഞ ആഴ്ച ആ നിലപാട് മാറി. ഫ്രാൻസ് എക്കാലത്തും പലസ്തീൻ അനുകൂല നിലപാട് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി എടുത്തിരുന്നു. അപ്പോഴും പലസ്തീൻ, സ്വതന്ത്ര പരമാധികാര പലസ്തീൻ എന്ന രാജ്യത്തെ അംഗീകരിക്കാൻ ഫ്രാൻസ് തയ്യാറായിരുന്നില്ല. ഇപ്പോഴിതാ ഫ്രാൻസും തയ്യാറായിരിക്കുന്നു. അങ്ങനെ ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്യൂരിറ്റി കൗൺസിലിലെ 5 സ്ഥിര അംഗങ്ങളിൽ 4 രാജ്യങ്ങളും, ചൈന, റഷ്യ, മുൻപ് തന്നെ പലസ്തീൻ അനുകൂല നിലപാടാണ്. ഇപ്പോൾ ഇതാ ഫ്രാൻസും ബ്രിട്ടനും. അങ്ങനെ രക്ഷാസമിതിയിൽ അമേരിക്ക ഒറ്റപ്പെട്ടിരിക്കുന്ന കാഴ്ച കാണുന്നു. പക്ഷേ ഒറ്റപ്പെടൽ എന്ന് പറയുമ്പോഴും സ്വതന്ത്ര പരമാധികാര പലസ്തീൻ ഡിഫാക്ടോ നടപ്പാകണം എങ്കിൽ അവിടെ അമേരിക്കൻ വീറ്റോ ഒരു പ്രതിബന്ധമായി മാറും. അമേരിക്ക വീറ്റോ പ്രയോഗിച്ചോളും എന്നതാണ് ഇസ്രയേലിന്റെ ഏക കരുത്ത്. ശരിക്കും പലസ്തീൻ എന്ന രാജ്യമുണ്ടോ സാർ? കാരണം പലസ്തീന് അന്താരാഷ്ട്ര അംഗീകാരമുള്ള അതിർത്തികളില്ല,
തലസ്ഥാനമില്ല, സൈന്യമില്ല, വലിയൊരു അളവ് അന്താരാഷ്ട്ര അംഗീകാരമുണ്ട്. പല രാജ്യങ്ങളിലും നയതന്ത്ര കാര്യാലയങ്ങളുമുണ്ട്. പലസ്തീന് ടീമുകൾ ഒളിമ്പിക്സ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര കായിക മത്സരങ്ങളിൽ പങ്കെടുക്കുന്നുമുണ്ട്. യുനിൽ നിരീക്ഷക പദവിയുമുണ്ട്. എന്നാൽ വോട്ടവകാശമില്ല. ഈ ഒരു സാഹചര്യത്തിൽ പലസ്തീൻ രാഷ്ട്രം എന്നൊന്ന് എങ്ങനെ യാഥാർത്ഥ്യമാകും? മറിച്ചൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഇസ്രയേൽ എന്ന രാജ്യം ഉണ്ടായിരുന്നോ 48-ന് മുൻപ്? പൂർണ്ണ അർത്ഥത്തിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഒരു സങ്കല്പം ഉണ്ടായിരുന്നു. ജൂതരാഷ്ട്രം എന്ന സങ്കല്പം ഉണ്ടായിരുന്നു, എക്കാലത്തും ഉണ്ടായിരുന്നു. 2000 വർഷങ്ങൾക്ക് മുൻപ് ഈ പലസ്തീനിയൻ നാട്ടിൽ നിന്നും, അല്ലെങ്കിൽ ഈ വാഗ്ദത്ത ഭൂമി എന്ന് പറയുന്ന ഇസ്രയേൽ മണ്ണിൽ നിന്നും യഹൂദന്മാർ പലായനം ചെയ്തു. വളരെ കുറച്ചു പേര് മാത്രമാണ് തങ്ങിയത്. അങ്ങനെ ഒരു ഭൗമ രാഷ്ട്രം 2000 വർഷം ഉണ്ടായിരുന്നില്ല അവിടെ. റോമൻ ഓക്യുപ്പേഷന് ശേഷം, AD ഒരു 70-ന് ശേഷം, ജെറുസലേം ദേവാലയം തകർന്നതിന് ശേഷം അങ്ങനെ ഒരു രാഷ്ട്രം ഉണ്ടായിരുന്നില്ല. ഇതൊരു ആശയം മാത്രമായിരുന്നു. ആ ആശയം സയനിസ്റ്റ് മൂവ്മെന്റിന്റെ സഹായത്തോടു കൂടി 1948-ൽ അത് ഭൗമ രാഷ്ട്രമായി മാറുന്നു. അപ്പോൾ നോക്കൂ, ഒരു രാഷ്ട്രം യഥാർത്ഥത്തിൽ ഉണ്ടാകാനുള്ള ഒരു അടിസ്ഥാനം എന്താണ്? ഒരു കൂട്ടം ആളുകൾ ഉണ്ടാവണം, പോപ്പുലേഷൻ. അവർ ഒരു പ്രത്യേക നിയത രൂപമുള്ള ഒരു ഭൂമിയിൽ, ടെറിട്ടറിയിൽ അധിവസിക്കണം. 3, അവർക്കൊരു കൃത്യമായ ഭരണം നിർവഹിക്കാൻ ഒരു സർക്കാർ ഉണ്ടാകണം. 4, ആ സർക്കാരിന്, ആ രാജ്യത്തിന് പരമാധികാരം ഉണ്ടാകണം. അതായത് ഇന്റേണലി സുപ്രീം, അവർ ആഭ്യന്തരമായി എടുക്കുന്ന തീരുമാനങ്ങൾ അവിടെ നടപ്പാകണം. എക്സ്റ്റേണലി ഇൻഡിപെൻഡന്റ്, വൈദേശിക ശക്തികൾക്ക് ആ ഒരു ലാൻഡിന്മേൽ അവകാശം ഉണ്ടാവരുത്, നിയന്ത്രണം ഉണ്ടാവരുത്. ഈ 4 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരു രാഷ്ട്രം ഉണ്ടാകും. 5-മതൊരു കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒരു ജനപദ രാഷ്ട്രമായി മാറും, നേഷനായി മാറും. അതായത് ദേശീയത, നമ്മൾ ഒന്നാണ് എന്നൊരു ബോധം. ഇവിടെ ഇസ്രയേൽ എന്ന രാഷ്ട്രം 2000 വർഷം, അതായത് ഇന്ന് 48-ൽ ഇത് ഉണ്ടാകുന്നതിന് മുൻപ് ഇതെല്ലാം ഉണ്ടായിരുന്നില്ല. അവർക്കൊരു ജനതയുണ്ടായിരുന്നു. ലോകത്ത് പലയിടത്തായി ചിതറിപ്പാർക്കുന്ന ഒരു ജനതയുണ്ടായിരുന്നു. അവർക്കൊരു ഭൂമി ഉണ്ടായിരുന്നില്ല. പലയിടത്തായിട്ട് പാർത്തു, പക്ഷെ അതൊന്നും അവരുടെ ഭൂമി ആയിരുന്നില്ല. അവർക്കൊരു ഗവൺമെന്റ് ഉണ്ടായിരുന്നില്ല. അവർക്ക് പരമാധികാരവും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവർക്കൊന്നും ഉണ്ടായിരുന്നു, ദേശീയത, നാഷണലിസം. സോ പീപ്പിൾ, പോപ്പുലേഷൻ ആൻഡ് നാഷണലിസം, ഇത് രണ്ടും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ആശയം നിലനിന്നു. ആത്യന്തികമായി ഒരു രാഷ്ട്രം അവർ സ്ഥാപിച്ചു. ഇനി പാലസ്തീന്റെ കാര്യം നോക്കൂ. പലസ്തീൻ എന്നത് ഇസ്രായേൽ മക്കൾ ഒഴിഞ്ഞുപോയ പ്രദേശത്തേക്ക് അതിന് മുൻപും ഉണ്ടായിരുന്നു. ആ പ്രദേശത്തെ അധിവസിച്ചിരുന്ന അറബി വിഭാഗങ്ങളാണ് പലസ്തീൻ എന്ന് പറയുന്നത്, ബെദോയിൻ ട്രൈബ്സ്. അവരവിടെ 2000 വർഷം താമസിച്ചു. അത് അവരുടെ രാജ്യം തന്നെയാണ്. തീർച്ചയായും യഹൂദന്മാർ മറങ്ങിപ്പോയ, പലയിടത്തായി ചിതറിപ്പോയവർ പല സമയങ്ങളിലായി വന്ന് 1900 ആണ്ട് മുതൽ, അല്ലെങ്കിൽ 1890-കൾ മുതൽ പല 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 ബാച്ചുകളായി, ചെറുതും വലുതുമായ ബാച്ചുകളായി വന്ന് അവിടെ താമസിച്ചപ്പോൾ പലസ്തീനിയൻസിന് അവരുടെ ഭൂമി നഷ്ടപ്പെട്ടു. 2000 വർഷം അത് അവരുടെ തന്നെയാണ്. 2000 വർഷം എന്ന് പറയുമ്പോൾ അത് യഹൂദന്റെ ആണെന്ന് പറയാനാവില്ലല്ലോ, അവരുടെ തന്നെയാണ്. ഭൂമി നഷ്ടപ്പെട്ടു. അതായത് 48-ൽ ബ്രിട്ടീഷ് മാൻഡേറ്റിൽ നിന്നും സ്വാതന്ത്ര്യം നേടുന്ന സമയത്ത് 45% ഭൂമി പലസ്തീനിയൻസിന് അവകാശപ്പെട്ടതാണ് എന്ന ഒരു പ്രഖ്യാപനമാണ് ഉണ്ടായത്. 55% മാത്രമാണ് ഇസ്രയേലിന്, അതായത് യഹൂദന് അവകാശപ്പെട്ടത്. പക്ഷെ യഹൂദൻ ഇത് പൂർണ്ണമായി കൈയടക്കുന്ന കാഴ്ചയാണ് പിന്നീട് പല പല ഘട്ടങ്ങളായി കണ്ടത്. അതുകൊണ്ട് പലസ്തീൻ രാഷ്ട്രം അന്ന് കരഗതമായില്ല. പിന്നീട് 1993-ലും 95-ലും ഓസ്ലോ സമാധാന ഉടമ്പടി അനുസരിച്ച് കൃത്യമായ അതിർവരമ്പുകളുള്ള ഒരു രാജ്യം സ്ഥാപിക്കാനായി അന്താരാഷ്ട്ര സമൂഹം തീരുമാനമെടുത്തപ്പോൾ അത് അംഗീകരിക്കാൻ 2 കൂട്ടരും തയ്യാറായില്ല. അവർ ഭാഗികമായി മാത്രമേ അത് അംഗീകരിച്ചുള്ളൂ. അതുകൊണ്ടാണ് അത് നടപ്പാകാതെ പോയത്. നടപ്പാകണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ 4 ഘടകങ്ങൾ ഉണ്ടാകണം. പലസ്തീൻ എന്ന രാജ്യത്തെ ജനങ്ങൾ ഉണ്ടാകണം. അതുണ്ട്, ഉറപ്പായി ഉണ്ട്. ഗാസയിലും വെസ്റ്റ് ബാങ്കിലുമായി ഏതാണ്ട് ഒരു വലിയൊരു നമ്പർ ജനമുണ്ട്. ഒരു 50 ലക്ഷം, 60 ലക്ഷം, 23 ലക്ഷം പേരാണ് ഗാസയിലുള്ളത്, പലസ്തീനിയൻസ്. വെസ്റ്റ് ബാങ്കിൽ ഏതാണ് തത്തുല്യമായ നമ്പറാണ്, അതേക്കാൾ കൂടുതലായിരിക്കും. അങ്ങനെ 60 ലക്ഷത്തോളം പേരാണ് പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ ജനങ്ങൾ. അവർക്കൊരു ടെറിട്ടറി ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഗാസ എന്ന ടെറിട്ടറി 2007 മുതൽ ഇപ്പോൾ ഈ വർഷം വരെ, 2025 വർഷം വരെ ഹമാസിന്റെ നിയന്ത്രണത്തിലായിരുന്നു. കഴിഞ്ഞ 2 വർഷമായി യുദ്ധത്തിലായതുകൊണ്ട് ഹമാസിന്റെ നിയന്ത്രണത്തിൽ നിന്നും മഹാഭൂരിപക്ഷ പ്രദേശങ്ങളും ഇസ്രായേൽ കൈവശപ്പെടുത്തുകയോ പിടിച്ചെടുക്കുകയോ അധിനിവേശം നടത്തുകയോ യുദ്ധത്തിൽ തകരുകയോ ചെയ്തു. അതും വസ്തുതയാണ്. 365 സ്ക്വയർ കിലോമീറ്റർ. അതേസമയം വെസ്റ്റ് ബാങ്കിൽ, അതാണ് കുറച്ചുകൂടി വലിയ പ്രദേശം, ജോർദാൻ നദിയുടെ പടിഞ്ഞാറൻ തീരം, അവിടെ പലസ്തീനിയൻസിന് വലിയ നമ്പേഴ്സ് ഉണ്ട്. പക്ഷെ അവിടെ അധിനിവേശ ഇസ്രായേലി ശക്തികൾ കിബുട്സുകൾ സ്ഥാപിച്ചുകൊണ്ട്
ചെറിയ 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 ഇടങ്ങൾ, കൃഷിയിടങ്ങൾ, വാസസ്ഥലങ്ങൾ, ടൗൺഷിപ്പുകൾ സ്ഥാപിച്ചുകൊണ്ട് അവരുടെ ഭൂമി എൻക്രോച്ച് ചെയ്ത് ഭൂമിയുടെ നല്ല കണ്ണായ ഭാഗങ്ങളെല്ലാം ഇപ്പോൾ ഇസ്രയേലി ഓക്യുപ്പേഷനിൽ തന്നെയാണ്. അതുകൊണ്ട് അവരുടെ ഭൂമി, പലസ്തീനിയൻസിന്റെ ഭൂമി ഇന്ന് വല്ലാതെ ചുരുങ്ങിയിരിക്കുന്നു. 48-ൽ കൊടുക്കാം എന്ന് പറഞ്ഞ 45% നിന്നും വളരെയധികം ചുരുങ്ങി ഇപ്പോൾ 20-25% മാത്രമായി അത് ഒതുങ്ങിയിരിക്കുന്നു. അവിടെ തന്നെ അവർക്ക് ഒരു ഗവൺമെന്റ് ഇല്ല, കൃത്യമായ അർത്ഥത്തിൽ ഒരു ഗവൺമെന്റ് ഇല്ല. മഹ്മൂദ് അബ്ബാസ് പലസ്തീനിയൻ അതോറിറ്റിയുടെ ചെയർമാനാണ് എന്ന് പറയുമ്പോഴും അത് വെസ്റ്റ് ബാങ്കിന്റെ മാത്രം പൂർണ്ണ നിയന്ത്രണമല്ല, ഇസ്രയേലിനെ അംഗീകരിച്ചുകൊണ്ട് ഒരു ജൂനിയർ പാർട്ട്ണർ എന്ന നിലയിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് പൂർണ്ണ അർത്ഥത്തിൽ പലസ്തീൻ ഒരു ഗവൺമെന്റ് ഇല്ല. അതുപോലെ പലസ്തീന് ഒരു സൈന്യമില്ല, പലസ്തീൻ ഒരു ആ അർത്ഥത്തിൽ ഒരു കറൻസി ഇല്ല, പലസ്തീൻ ഒരു വിദേശ നയം സ്വതന്ത്രമായി എടുക്കാനാവില്ല. ഇതൊക്കെ ആവശ്യം തന്നെയാണ്. അതായത് പരമാധികാരം ഇല്ല എന്നർത്ഥം. അങ്ങനെ ഒരു പരമാധികാരം, അതായത് പോപ്പുലേഷൻ, ടെറിട്ടറി, ഗവൺമെന്റ് സോവറിറ്റി നാലും ചേരുന്ന പരമാധികാരം ഉണ്ടാവണം എന്നാണ് ഇപ്പോൾ മഹാഭൂരിപക്ഷം ലോകരാജ്യങ്ങളും തീരുമാനിച്ചിരിക്കുന്നതും അതുറപ്പിച്ച് മുന്നോട്ട് പോകുന്നതും. ഇവിടെ ഒരു സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് മാത്രമാണ് അമേരിക്കയുടെ ഐക്യരാഷ്ട്ര സംഘടനയിലെ വീറ്റോ അധികാരം എന്നുകൂടി ഓർക്കണം. അതുകൊണ്ട് പലസ്തീൻ കോസ് സാധ്യമാകണം എങ്കിൽ ലോട്ട്സ് ഓഫ് തിങ്സ് ഹാവ് ടു ഫാൾ ഇൻ ടു പ്ലേസ്. അതാണ് യാഥാർത്ഥ്യം. ഈ ഗാസയിലെയും വെസ്റ്റ് ബാങ്കിലെയും ഇസ്രായേലിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള താക്കീതായി കാണാമോ പുതിയ നീക്കങ്ങളെ? അതായത് ഈ പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കുന്ന രാജ്യങ്ങൾ കൂടി വരികയാണല്ലോ. എല്ലാ സീമകളും അതിലംഘിച്ചുകൊണ്ട് സഭ്യതയുടെയും ന്യായത്തിന്റെയും നീതിയുടെയും എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ കഴിഞ്ഞ 2 വർഷമായി ഒക്ടോബർ 7, 2023 ശേഷം തുടരുന്ന ഒരു ആക്രമണം, റിലന്റ്ലെസ് അറ്റാക്ക്, അത് ലോകരാജ്യങ്ങളെ ഇരുത്തി ചിന്തിപ്പിച്ചു. അതുകൊണ്ടാണ് പലസ്തീനിയൻ കോസ് എന്ന് ജനറലി പറഞ്ഞു പോകുമായിരുന്ന രാജ്യങ്ങൾ പലതും ഇപ്പോൾ ഇതാ സ്വതന്ത്ര പരമാധികാര പലസ്തീനെ അംഗീകരിച്ചിരിക്കുന്നു. അവർ അംഗീകരിച്ചു എന്ന് പറയുന്നത് കൊണ്ട് മാത്രം പലസ്തീൻ ഡിഫാക്ടോ നിലവിൽ വരില്ല എന്ന് നമുക്കറിയാം. പക്ഷേ അവർ അംഗീകരിക്കാൻ തയ്യാറായിരിക്കുന്നു. അവർ പ്രഖ്യാപനം എന്ന നിലയിൽ ബ്രിട്ടനും ഫ്രാൻസും ഉൾപ്പെടെ പ്രഖ്യാപിച്ചിരിക്കുന്നു. അത് വലിയൊരു നീക്കം തന്നെയാണ്. അതുകൊണ്ടാണ് പറയുന്നത് സ്വതന്ത്ര പരമാധികാര പലസ്തീൻ ഇന്നല്ലെങ്കിൽ നാളെ സാധ്യമാകും എന്ന പ്രതീക്ഷ ഉണ്ടായത് അതുകൊണ്ടാണ്. അല്ലാതെ ഈ ലോകരാജ്യങ്ങൾ മാളത്തിൽ ഒളിച്ചിരിക്കുന്ന ഒരു സമയം കഴിഞ്ഞു. ഇപ്പോൾ അവര് ആക്റ്റീവായി അമേരിക്കൻ താല്പര്യം ഇതിന് വിരുദ്ധമാണ് എന്ന് അറിഞ്ഞതിന് ശേഷവും അതിനനുകൂലമായി നിൽക്കാൻ അവർ തയ്യാറായി വന്നു എന്നത് പ്രത്യേകത അർഹിക്കുന്ന കാര്യമാണ്. ഇതിനെ ഇപ്പോൾ ലോകരാജ്യങ്ങൾ, പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങൾ, നേറ്റോയിലെ അമേരിക്ക ഒഴികെയുള്ള രാജ്യങ്ങൾ എടുക്കുന്ന പലസ്തീൻ അനുകൂല നിലപാട് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഒരു ക്ഷമ നശിച്ചിരിക്കുന്നു. കഴിഞ്ഞ വർഷം യൂറോപ്യൻ രാജ്യങ്ങളിൽ പലതും 24ഓളം രാജ്യങ്ങൾ ഒരു പ്രഖ്യാപനത്തിലൂടെ ഇസ്രായേലിനോട് പറഞ്ഞതാണ്, നിങ്ങൾ ആക്രമണം നിർത്തണം, വെടിനിർത്തൽ ഉണ്ടാകണം, ബന്ദി കൈമാറ്റം സാധ്യമാക്കണമെന്ന് ഹമാസിനോടും പറഞ്ഞു. ഒരു നിശ്ചിത ഡെഡ് ലൈനും പറഞ്ഞു. ഈ ഡെഡ് ലൈൻ എല്ലാം കടന്നുകൊണ്ട് ഇസ്രായേൽ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഗാസ സിറ്റി അവശേഷിക്കുന്ന ഹമാസിന്റെ ഒറ്റപ്പെട്ട ചെറിയ തുരുത്തുകളിൽ മിക്കവാറും ഹമാസ് ഓൾമോസ്റ്റ് ഫിനിഷ്ഡ് ആണ്. പക്ഷെ ചെറിയ തുരുത്തുകൾ ഗാസ സിറ്റി അതുപോലും ആക്രമിച്ച് കീഴടക്കുന്ന രീതിയിലേക്ക് ഇസ്രായേൽ മാറിയിരിക്കുന്നു. അതുകൊണ്ട് 65,000-ഓളം ജീവനാണ് കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ അവിടെ പൊരിഞ്ഞത്. കൂടുതലും കുട്ടികളും സ്ത്രീകളും ഒക്കെ തന്നെയാണ്. ഹമാസിന്റെ പോരാളികൾ ഒരുപക്ഷെ 10,000-15,000 പേര് ഒരുപക്ഷെ മരിച്ചിരിക്കാം. പക്ഷെ മഹാഭൂരിപക്ഷവും യുദ്ധവുമായി ഒരു ബന്ധവുമില്ലാത്ത സാധാരണ ആളുകളാണ്. അങ്ങനെയാണ് ലോക മനസ്സാക്ഷി ഉണരുന്നത്. ഇസ്രായേൽ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല ഗാസ ആക്രമണം ആത്യന്തികമായി ഹമാസ് എന്നുള്ളതല്ല വിഷയം. ഗാസ ആക്രമണത്തിന് ആത്യന്തികമായി ലോകരാജ്യങ്ങൾ എല്ലാം പലസ്തീനിയൻ കോസിന് വേണ്ടി ഗാൽവനൈസ് ചെയ്യും എന്നത് ഒരുപക്ഷെ ഇസ്രായേലിന്റെ പ്രതീക്ഷകളെ തകിടം മറിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ഗാസ അല്ല പലസ്തീൻ എന്ന് ലോകരാജ്യങ്ങൾ പറയുന്നു. ഗാസ, വെസ്റ്റ് ബാങ്ക് ചേർന്ന ഒരു മൊത്തം പ്രദേശം. ഇപ്പോൾ ആക്രമണം നടക്കുന്ന ഗാസയിലാണ്, വെസ്റ്റ് ബാങ്കിൽ അധിനിവേശം നടക്കുന്നു. ഇത് രണ്ടും ചേർന്ന് ഒറിജിനൽ പലസ്തീൻ എന്ന രാജ്യം ഹമാസിനെ ഒരു പക്ഷേ മാറ്റി നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഹമാസിന്റെ മേധാവിത്വം അവസാനിപ്പിച്ചുകൊണ്ട് ഒരുപക്ഷെ പലസ്തീൻ എന്ന അതോറിറ്റിയുടെ മറ്റൊരു രൂപമായോ അല്ലെങ്കിൽ അറബ് രാജ്യങ്ങൾ കൂടി നിർദ്ദേശിക്കുന്ന ഒരു ഫോർമുല അനുസരിച്ചോ പലസ്തീൻ സാധ്യമാകും എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസിലെ 193 രാജ്യങ്ങളിൽ മഹാഭൂരിപക്ഷം 157 രാജ്യങ്ങളെങ്കിലും പരസ്യമായി പലസ്തീൻ
സ്വതന്ത്രമാകണമെന്ന നിലപാടെടുത്തു കഴിഞ്ഞു. ഒന്നിൽ അംഗീകരിച്ചു, അല്ലെങ്കിൽ ആ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. കേവലം 10 രാജ്യങ്ങൾ മാത്രമേ പാലസ്തീൻ വിരുദ്ധമായ നിലപാടെടുത്തിട്ടുള്ളൂ. മറ്റ് രാജ്യങ്ങൾ വിട്ടുനിൽക്കുന്നു. അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ there is a consensus caused by or instigated by relentless Israeli attack. അതാണ് ഇസ്രായേലിന്റെ അതിരുകടന്ന ആക്രമണമാണ് ഒരുപക്ഷെ ലോകരാജ്യങ്ങളെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത്. ജോർദാൻ നദിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് പലസ്തീൻ എന്ന രാഷ്ട്രം ഉണ്ടാകില്ല എന്നാണ് ഇപ്പോഴും നെതന്യാഹു പറയുന്നത്. ഇസ്രായേലിന് ഇങ്ങനെ എത്ര കാലം പ്രതിരോധിച്ചു നിൽക്കാൻ സാധിക്കും ഇപ്പോഴത്തെ ഒരു അന്താരാഷ്ട്ര സാഹചര്യത്തിൽ? ജോർദാൻ നദി നിർണായകമായ ഒരു ഒരു നാഴിക കല്ലാണ്, അല്ലെങ്കിൽ ഒരു അതിർവരമ്പാണ്. ഇപ്പോഴത്തെ ജോർദാൻ എന്ന രാജ്യം അത് കിഴക്ക്, ഇസ്രായേൽ എന്ന രാജ്യവും ഗാസ വെസ്റ്റ് ബാങ്ക് എന്ന പ്രദേശവും പടിഞ്ഞാറ്. അതായത് ജോർദാൻ നദിയുടെ പടിഞ്ഞാറുള്ള പ്രദേശം, അവിടെയാണല്ലോ ഒറിജിനൽ പാലസ്തീൻ അല്ലെങ്കിൽ ഇസ്രായേൽ. ഇത് രണ്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞ് ഉപയോഗിക്കുന്ന പദങ്ങളായിരുന്നു. പലസ്തീൻ നാട് എന്ന് പറയുമ്പം കനാൻ ദേശം, പലസ്തീൻ നാട്, വിശുദ്ധ നാട്, പ്രോമിസ്ഡ് ലാൻഡ്, വാഗ്ദത്ത ഭൂമി, ഇങ്ങനെയൊക്കെ പറയുന്നത് ഇസ്രായേലും പലസ്തീനും ചേർന്ന, അതായത് ഇന്നത്തെ ഇസ്രായേലും ഇന്നത്തെ വെസ്റ്റ് ബാങ്കും ഇന്നത്തെ ഗാസയും ഇന്നത്തെ ജെറൂസലം സിറ്റിയും എല്ലാം ചേർന്ന ആ ഒരു പ്രദേശം. ആ പ്രദേശത്ത് അതാണ് പറയുന്നത് വെസ്റ്റ് ഓഫ് റിവർ ജോർദൻ, ജോർദാൻ നദിയുടെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ ഒരു പാലസ്തീൻ രാജ്യം രൂപീകൃതമാവില്ല എന്ന് ബെഞ്ചമിൻ നെതന്യാഹു, ഇസ്രായേലി പ്രധാനമന്ത്രി, ആവർത്തിച്ചു പറയുന്നതിന്റെ അടിസ്ഥാനം, നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഒരു തരിമണ്ണ്, ഈ പ്രദേശത്ത് ഒരു തരിമണ്ണ് നിങ്ങൾ ആഗ്രഹിക്കേണ്ട. നിങ്ങൾ വേണമെങ്കിൽ ആഫ്രിക്കയിൽ ഏതെങ്കിലും ഭാഗത്ത് അന്താരാഷ്ട്ര സമൂഹം പറയുന്നതനുസരിച്ച് പോയി താമസിച്ചോളൂ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്ത് അഭയാർത്ഥികളായി താമസിച്ചോളൂ, അല്ലെങ്കിൽ ദൂരെ എവിടെയെങ്കിലും മാറിപ്പോയിക്കോളൂ. ഇവിടെ താമസിക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കും ആത്യന്തികമായി. അത് ഗാസയാണെങ്കിലും വെസ്റ്റ് ബാങ്ക് ആണെങ്കിലും. ഇവിടെ ഇസ്രായേലിന് അടുത്തുള്ള പ്രദേശത്തൊന്നും സ്വതന്ത്ര പരമാധികാര പാലസ്തീൻ സാധ്യമാവില്ല. അപ്പൊ ഇതിനകത്ത് ഒരുപാട് സൂചനകളുണ്ട്. അതായത് അവർക്ക് വേണ്ട ഭൂമി എവിടെയാണ്? അവരുടെ പിതാക്കന്മാർ, പലസ്തീനിയൻ ജനതയുടെ, അറബികളുടെ പിതാക്കന്മാർ ആയിരക്കണക്കിന് വർഷങ്ങൾ താമസിച്ച, 2000-ലധികം വർഷം താമസിച്ച ആ പ്രദേശത്തല്ലാതെ മറ്റൊരിടത്ത് ഭൂമി നൽകാം എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വീകരിക്കാൻ സാധിക്കുമോ? മറ്റാര് ഭൂമി കൊടുക്കും? ഇനി ഭൂമി കൊടുക്കാൻ തയ്യാറാണെങ്കിൽ പോലും അവരുടെ വൈകാരികമായ ഒരു അസ്തിത്വം എവിടെയാണ്? അവർക്ക് ആ ഭൂമിയുമായിട്ടാണ് ബന്ധം. അവർ ജീവിച്ച, അവരുടെ പിതാക്കന്മാർ നടന്ന ഭൂമി, ആ ഭൂമിയിൽ അധികാരം അവർക്ക് ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വേറെ ഏത് പരദീസ കൊടുക്കാം എന്ന് പറഞ്ഞാലും അവർ സമ്മതിക്കില്ല. അത് മാത്രമല്ല, അവരെ പിന്തുണയ്ക്കുന്ന അറബ് രാജ്യങ്ങൾക്കും ഈ ഒരു പ്രപ്പോസൽ ഒരുപക്ഷെ സ്വീകാര്യമാവില്ല. മുൻകാലങ്ങളിൽ പല പ്രപ്പോസൽസും വന്നിട്ടുണ്ട് എന്നത് മറക്കുന്നില്ല. ആഫ്രിക്കയിലെ വിവിധ ഭാഗങ്ങളിൽ പലസ്തീനിയൻ കോൺക്ലേവ്, സ്വതന്ത്ര പരമാധികാര രാജ്യം എന്ന രീതിയിൽ നൽകാം, അതിനുള്ള ഇടപാടുകൾ ചെയ്യാം എന്ന് അമേരിക്കയും മറ്റ് പല രാജ്യങ്ങളും പല ആവർത്തി ഇൻഫോർമലായി സജസ്റ്റ് ചെയ്തപ്പോഴും പലസ്തീനിയൻസോ അവരെ പിന്തുണയ്ക്കുന്ന അറബി ശക്തികളോ അതിന് അനുകൂലമായിട്ടല്ല പ്രതികരിച്ചത് എന്നതുകൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് ഇപ്പോൾ നെതന്യാഹുവിന്റെ ഈ പ്രസ്താവന പ്രാധാന്യം അർഹിക്കുന്നത്. ഇസ്രായേലിന്റെ മണ്ണിൽ, അല്ലെങ്കിൽ ഇസ്രായേൽ ഇപ്പോൾ കൈവശം വെച്ചിരിക്കുന്ന ആ മണ്ണിൽ ഒരു തുണ്ട് പോലും പലസ്തീൻ നൽകില്ല എന്ന് പറയുമ്പോൾ ബലപ്രയോഗത്തിലൂടെയല്ല. അതിന്റെ സൂചന എന്താണ്? ഒരു ബലപ്രയോഗത്തിലൂടെ അല്ലാതെ ചർച്ചകളിലൂടെ ഒരു പലസ്തീൻ രാഷ്ട്രം അംഗീകരിച്ചു കൊടുക്കാൻ, വിട്ടുവീഴ്ച ചെയ്യാൻ ഇസ്രായേൽ തയ്യാറാവില്ല എന്നാണ് അർത്ഥം. പലസ്തീന് രാഷ്ട്രപദവി നൽകുന്നത് ഹമാസിന്റെ ഭീകരതയ്ക്കുള്ള സമ്മാനമായിരിക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോലും പറഞ്ഞത്. അപ്പോൾ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് പലസ്തീൻ രാഷ്ട്ര സങ്കല്പത്തെ ഇല്ലാതാക്കുമോ? അതിനുള്ള നീക്കങ്ങളാണോ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇതൊരു ഇൻസെന്റീവ് തീവ്രവാദത്തിന്, ഭീകരതയ്ക്ക് പച്ചക്കൊടി കാട്ടുന്നതിന് തുല്യമാവുമോ ഇപ്പോൾ പലസ്തീനിയൻ രാഷ്ട്രം സാധ്യമായാൽ? ഇതൊരു നൈതികമായ ചോദ്യമാണ്. യഥാർത്ഥത്തിൽ ഒക്ടോബർ 7, 2023 ഹമാസ് ആക്രമണം നടത്തി ഇസ്രായേലിനെതിരെ അപലപിക്കേണ്ട കാര്യമാണ്. ലോകരാജ്യങ്ങൾ അത് അപലപിക്കുകയും ചെയ്തു. ഇസ്രായേലിന് ഏറെ പിന്തുണ ലഭിച്ച ഒരു സമയമായിരുന്നു ഒക്ടോബർ 2023. പിന്നീട് കാലക്രമത്തിലാണ് ഇസ്രായേലിനുള്ള പിന്തുണ, അവർ തിരിച്ചടി, ഡിസ്പ്രപ്പോർഷനേറ്റ് രീതിയിൽ, ഏതടിക്കും തിരിച്ചടിയുണ്ട്. സ്വന്തം സുരക്ഷയ്ക്ക് വേണ്ടി ബലപ്രയോഗം നടത്താൻ ഇസ്രായേലിന് അവകാശമുണ്ട്, അധികാരമുണ്ട്. ഐക്യരാഷ്ട്ര സംഘടന പോലും സ്വന്തം സുരക്ഷിതത്വത്തിന് വേണ്ടി ആക്രമണം നടത്താൻ ഒരു രാജ്യത്തിന് അനുവാദം നൽകുന്നു എന്ന് പറയുമ്പോൾ ഇസ്രായേലിനെ ആക്രമിക്കാം. പക്ഷെ അതിനൊരു ലിമിറ്റ് വേണ്ടേ? ആ ലിമിറ്റ് എല്ലാം ഭേദിച്ചുകൊണ്ട് മുന്നോട്ട് പോയിരിക്കുന്നു. അതുകൊണ്ടാണ്
ഒരു ആക്രമണത്തിന്റെ എല്ലാ സീമകളും അതിലംഘിച്ചത് കൊണ്ട് ഇപ്പോൾ പറയുന്നു സ്വതന്ത്ര പരമാധികാര രാജ്യം ഉണ്ടെങ്കിൽ മാത്രമേ രണ്ട് ജനതകൾക്ക്, പലസ്തീനിയൻ അറബി ജനതയ്ക്കും ജൂത ഇസ്രായേൽ ജനതയ്ക്കും സൈഡ് ബൈ സൈഡ് വസിക്കാനാവൂ എന്ന് ലോകരാജ്യങ്ങൾ പറയുന്നു. അപ്പോൾ ഇതാ അമേരിക്കയും ഇസ്രായേലും പറയുന്നത് ഇത് കാറ്റലിസ്റ്റായി പ്രവർത്തിച്ചത്, രാഷ്ട്രത്വരകമായി പ്രവർത്തിച്ചത് ഒക്ടോബർ 7, 2023 അപ്പോൾ ഇപ്പോൾ രാജ്യം അനുവദിച്ചാൽ യഥാർത്ഥത്തിൽ ഹമാസിന്റെ വിജയമായിരിക്കും അത്. ഹമാസ് ആ ഒരു പോരാട്ടം 1200-ൽ പരം ഇസ്രായേലികളെ കൊന്നൊടുക്കുകയും 250-ഓളം പേരെ ബന്ദികളായി പിടിച്ചോണ്ട് പോവുകയും ചെയ്ത ആ ഒരു ഹീനമായ പ്രവൃത്തിയുടെ എൻഡോഴ്സ്മെന്റ് ആവില്ലേ അത്? അങ്ങനെ നോക്കുമ്പോൾ ലോജിക്കലി അത് കറക്റ്റ് ആണ്. പക്ഷേ എൻഡോഴ്സ്മെന്റ് ആകും ഇപ്പോൾ. അതെന്തുകൊണ്ടാണ്? ഒരു പരിധി വരെ ആയിരുന്നു ആക്രമണമെങ്കിലും ആക്രമണം തിരിച്ചടി കൊടുത്തതിന് ശേഷം ഇസ്രായേൽ പിന്മാറിയിരുന്നു എങ്കിൽ ഒരുപക്ഷെ ഈ അവസ്ഥയിലേക്ക് പോവില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇത് ഒരുപക്ഷെ ഹമാസിന്റെ ആക്ടിവിറ്റിക്ക്, ഹമാസിന്റെ തീർച്ചയായും തെറ്റായ പ്രവൃത്തിക്കുള്ള ഒരു അംഗീകാരം എന്ന രീതിയിൽ പിൽക്കാലത്ത് ലോകം വ്യാഖ്യാനിക്കും എന്നതാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ ഒരു ആശങ്ക. ഇതിനുള്ള ഏക പരിഹാര മാർഗം ഹമാസിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സ്വതന്ത്ര പരമാധികാര പലസ്തീൻ, അല്ലെങ്കിൽ ഏത് തീവ്ര വിഭാഗങ്ങളെയും ഒഴിവാക്കി എല്ലാവർക്കും സ്വീകാര്യമായ ഒരു മോഡറേറ്റ് ഇൻക്ലൂസീവ് ഗവൺമെന്റ് വിത്ത് അറബ് നേഷൻസ് മോണിറ്ററിംഗ് ദി സിറ്റുവേഷൻ, അതാണ് ഒരു പക്ഷേ. അപ്പം ഇസ്രായേലിന്റെ മേധാവിത്വം ഉണ്ടാവരുത്, ഹമാസിന്റെ നിയന്ത്രണം ഉണ്ടാവരുത്, പലസ്തീനിയൻ ജനതയ്ക്ക് സ്വച്ഛന്തമായി ജീവിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാകണം. അതാണ് ഒരു പക്ഷേ ഏക പരിഹാരം. അങ്ങനെയെങ്കിൽ ഹമാസിന്റെ വിജയമാണ്, അല്ലെങ്കിൽ ആക്രമണത്തിന്റെ വിജയമാണ്, തീവ്രവാദത്തിന്റെ ഭീകരതയുടെ വിജയമാണ് എന്ന വാദത്തെ മാറ്റി നിർത്താൻ കഴിയും. സാർ, മറ്റൊരു കാര്യമുള്ളത്, ഈ അറബ് രാജ്യങ്ങൾ അല്ലെങ്കിൽ അറബ് ലോകം ഒറ്റക്കെട്ടായ ഒരു സാഹചര്യമുണ്ട് നിലവിൽ. പക്ഷേ ഗാസയ്ക്കായി അവർ ഒറ്റക്കെട്ടായി ഇറങ്ങാനുള്ള സാധ്യത എത്രത്തോളമുണ്ട് ഇസ്രായേലിനെതിരെ? അറബ് യൂണിറ്റി, അറബി ഐക്യം എന്നത് എക്കാലത്തും ഒരു മരീചിക ആയിരുന്നു. മുൻകാലങ്ങളിലൊക്കെ അറബി ദേശീയതയെക്കുറിച്ചും സംയുക്ത സൈന്യങ്ങളെക്കുറിച്ചും ഇപ്പോഴിതാ അറബി നെയ്റ്റോയെക്കുറിച്ചും ഒക്കെ പറയുന്നു. പക്ഷെ ഒരു സങ്കല്പം എന്നത് വിട്ട് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അറബ് ലോകത്ത് വൈവിധ്യങ്ങളാണ്, ഒരുപാട് വൈവിധ്യങ്ങളാണ്. നോർത്തേൺ ആഫ്രിക്കൻ രാജ്യങ്ങൾ പലതും അറബാണ്, വെസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ പലതും അറബാണ്. നോക്കൂ, അറബ് ലോകത്തിന്റെ വൈവിധ്യം നോക്കൂ. നോർത്ത് ആഫ്രിക്കയിൽ ഈജിപ്ത്, ടുണീഷ്യ, അൾജീരിയ, ലിബിയ, മൊറോക്കോ, സുഡാൻ ഒക്കെ അറബ് രാജ്യങ്ങളാണ്. ഇനി വെസ്റ്റ് ഏഷ്യയിൽ നോക്കൂ, ലെബനൻ ചെറിയ രാജ്യം, സിറിയ, ഇറാഖ്, അതുപോലെ സൗദി അറേബ്യ, ഗൾഫ് കോർപ്പറേഷൻ കൗൺസിലിലെ മറ്റു രാജ്യങ്ങൾ, ഒമാൻ, യമൻ, UAE, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഇതെല്ലാം അറബി രാജ്യങ്ങൾ തന്നെയാണ്. എത്രയോ അറബി രാജ്യങ്ങളാണ്. ഈ അറബ് രാജ്യങ്ങൾക്ക് ഇറാനോട് സൗഹൃദമുള്ള അറബ് രാജ്യങ്ങളുണ്ട്, ഇറാനെ എതിർക്കുന്ന അറബ് രാജ്യമുണ്ട്. ഇറാൻ അറബ് ലോകത്തിന് പുറത്താണ്. ടർക്കിയും ഇറാനുമാണ് അറബ് ലോകത്തിന് പുറത്തുള്ള ശക്തരായ ആ മേഖലയിലെ ഇസ്ലാമിക രാജ്യങ്ങൾ. അപ്പോൾ അറബ് ലോകത്തിന് ഇസ്രയേലിനെ അംഗീകരിക്കുന്ന അറബ് ലോകവുമുണ്ട്, ഇസ്രയേലിനെ അംഗീകരിക്കാത്ത അറബ് ലോകവുമുണ്ട്. അബ്രഹാമിക കരാറുകളുടെ അടിസ്ഥാനത്തിൽ ഡൊണാൾഡ് ട്രംപ് തന്റെ ആദ്യ ഊഴത്തിൽ ഇബ്രഹാമിന്റെ പേരിൽ ഓരോരോ അറബ് രാജ്യങ്ങളെ, ബഹ്റൈനെയും UAEയും എല്ലാം ഇസ്രയേലിനോട് അടുപ്പിച്ച് നിർത്തുന്ന ഒരു ഘട്ടം വന്നു. സൗദി അറേബ്യ ഉൾപ്പെടെ അറബി ലോകത്ത് ഇസ്രയേലിനോട് താല്പര്യത്തോടെ നിൽക്കുന്ന, സഹകരിക്കാം എന്ന രീതിയിലാക്കി. പക്ഷേ ഇപ്പോൾ അറബ് ദേശീയത വീണ്ടും ഒന്നുണർന്നിരിക്കുന്നു. അതിനുള്ള പ്രധാന കാരണം അറബ് രാജ്യമായ ഖത്തർ, നിഷ്പക്ഷ രാജ്യമായി പൊതുവെ കരുതുന്ന, അല്ലെങ്കിൽ നെഗോസിയേഷൻസിന്റെ ഇടമായി ഹമാസുമായും ഇസ്രയേലുമായും റഷ്യയുമായും ചൈനയുമായും മറ്റ് ഇറാനുമായും എല്ലാം ബന്ധമുള്ള, എല്ലാവർക്കും വന്ന് താമസിച്ച് നയതന്ത്ര ചർച്ചകൾ ഏർപ്പെടാവുന്ന, യൂറോപ്പിൽ സ്വിറ്റ്സർലൻഡ് എന്നതുപോലെ മധ്യപൗരസ്യ പ്രദേശത്ത് ഖത്തർ, ആ ഖത്തർ ഇറാന്റെ ആക്രമണത്തിന് വിധേയമായിരിക്കുന്നു. അത് അമേരിക്കൻ ബേസിനെ ആക്രമിച്ചു, അൽ ഉദയ്ദ് ബേസ്. പിന്നീട് ഇപ്പോൾ ഇസ്രയേലിന്റെ ആക്രമണത്തിന്, ഇസ്രയേൽ ആക്രമിച്ചത് ഹമാസിന്റെ താവളങ്ങളെയാണ് ഖത്തറിൽ. അപ്പോൾ ഖത്തർ എന്ന അറബ് രാജ്യം ആക്രമണ വിധേയമായപ്പോൾ ഇസ്രയേലിനെതിരെ, ഒരു പരിധിവരെ ഇറാനെതിരെയും അറബി മനസാക്ഷി ഉണരുന്ന കാഴ്ച കണ്ടു. അപ്പൊ അറബി ദേശീയത ഒരിക്കൽ കൂടി ഉണർന്നിരിക്കുന്നു. മുൻകാലങ്ങളിൽ ചീറ്റിപ്പോയതുപോലെ അറബി ഐക്യം ഒരിക്കൽ കൂടി ചീറ്റിപ്പോകുമോ? ആത്യന്തികമായി അമേരിക്കയുടെ നിയന്ത്രണമുണ്ട് സൗദിയുടെ മേലും മറ്റ് GCC രാജ്യങ്ങളുടെ മേലും. കാരണം അവരുടെ സുരക്ഷ അമേരിക്കയെ കൂടി ആസ്പദമാക്കിയിരിക്കും. അതുകൊണ്ട് അമേരിക്ക പറയുന്നതിന് അപ്പുറം പോകാൻ അറബ് രാജ്യങ്ങൾ കഴിയുമോ? പ്രത്യേകിച്ച് സൗദി അറേബ്യയ്ക്കും UAEക്കും ഒക്കെ കഴിയുമോ? അത് വലിയ ചോദ്യമാണ്. അതുകൊണ്ട് ഇസ്രയേലിനെ അമേരിക്ക കൈവിടില്ല എന്നത് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ ഇസ്രയേലിനെതിരെ യോജിച്ച അറബി മുന്നണി ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് അമേരിക്കയുടെ
ഈ പിന്നെ ശാസനകളെ മറികടന്നുകൊണ്ട്, അമേരിക്കയുടെ ഉൾപ്പെടെ താല്പര്യങ്ങളെ മറികടന്നുകൊണ്ട് ഇസ്രയേലിനെതിരെ സംയുക്തമായി അറബ് ലോകത്തിന് നീങ്ങാനാവുക? അതുകൊണ്ട് ഇതൊരു സാധ്യത മാത്രമാണ്. അറബ് റെസിസ്റ്റൻസ് അഗൈൻസ്റ്റ് ഇസ്രായേൽ ഓർ അറബ് അഗ്രഷൻ അഗൈൻസ്റ്റ് ഇസ്രായേൽ വെറും സാധ്യത മാത്രമാണ്. പക്ഷേ ആത്യന്തികമായി അമേരിക്കയുടെ അനുഗ്രഹമില്ലാതെ അറബ് ലോകത്തിന് കാര്യമായി ഒന്നും തന്നെ ഇസ്രായേലിനെതിരെ ചെയ്യാനാവില്ല. പലസ്തീനിയൻ കോസിന് വേണ്ടി പറയാമെന്നല്ലാതെ, അമേരിക്ക ഗ്രീൻ സിഗ്നൽ കൊടുത്താലല്ലാതെ അറബ് നീക്കങ്ങൾ വിജയിക്കാനുള്ള സാധ്യത കുറവാണ്. ഇനി ഗാസയിൽ ഇസ്രായേൽ എന്താണ് ലക്ഷ്യമിടുന്നത്? ഇസ്രായേലിന് തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ഈ കാര്യങ്ങളൊക്കെ അടുത്ത വിഷയമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം.